ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ പൂച്ചയുടെ കൊച്ചു കൊച്ചു കഥകളും പിന്നെ എൻ്റെ പൂച്ചേനെ കെയറിങ്ങുമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പം എൻ്റെ കയ്യിൽ ഈ 2 പൂച്ചകൾ മാത്രമേ. ഫസ്റ്റൊക്കെ എൻ്റെ കയ്യിൽ കുറേ പൂച്ചകളുണ്ടായി. എനിക്ക് എല്ലാ പൂച്ചകളും ഇഷ്ടമാണ്. ഒരു ദിവസം ഞാൻ ഒരു വെള്ളപ്പൂച്ചേനെ കണ്ടപ്പോൾ അതിൻ്റെ പിന്നാലെ ഓടിപ്പോയി എവിടെയോ ഒരു കാട്ടിൽ പെട്ടു. എന്നിട്ട് എങ്ങനെയൊക്കെ എൻ്റെ വീട് കണ്ടുപിടിച്ച് ഞാൻ അവിടെ എത്തി. ആദ്യമായിട്ട് എനിക്കൊരു പൂച്ചനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെൻ്റെ ഉപ്പാടെ ഫ്രണ്ട് തന്നൊരു പൂച്ചയും. ആ കാക്കയുടെ വീട് വളാഞ്ചേരിയിലാണ്. എനിക്ക് പൂച്ചേനെ ഇഷ്ടമാണെന്ന് ആ കാക്കു കേട്ടപ്പോൾ ആ കാക്കു പറഞ്ഞു, നിനക്ക് പൂച്ചേനെ ഇഷ്ടമാണോടാ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അപ്പം അടുത്ത പ്രാവശ്യം ആ കാക്കു വരുമ്പോൾ എനിക്ക് പൂച്ചേനെ കൊണ്ടുവരാമെന്ന് എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ആ കാക്കു എന്നെ പറ്റിക്കാൻ പറഞ്ഞ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ കാക്ക എൻ്റെ ഉപ്പാടെ കയ്യിലൊരു ചെറിയൊരു പെട്ടിയിൽ ചെറിയ കുഞ്ഞു പൂച്ചക്കുട്ടീനെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പ രാത്രി കട അടച്ചു വരുമ്പോൾ വീട്ടിലെത്തി. എന്നിട്ട് ഉപ്പ പറയാണ്, ആ കാറിലൊരു പെട്ടിൻ്റെ ആ എടുത്തിട്ട് വരാൻ. ഞാൻ എടുത്തിട്ട് വന്നിട്ട് ജസ്റ്റ് ഒന്ന് മെല്ലെ ഒന്ന് തുറന്നു നോക്കിയപ്പോൾ അതിൽ ആഷ് കളർ കുഞ്ഞു പൂച്ചക്കുട്ടി. ഗായ്സ്, എനിക്ക് ആദ്യമായിട്ട് നല്ലോണം ഇഷ്ടപ്പെട്ട ഒരു പൂച്ചക്കുട്ടിയാണ് അത്. എനിക്ക് ആ പൂച്ചേനെ കിട്ടിയപ്പോൾ എൻ്റെ പൂച്ചയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ആ പൂച്ച വലുതായി. ഞാൻ തിന്നില്ലെങ്കിലും എൻ്റെ പൂച്ചക്ക് ഞാൻ ഭക്ഷണം നിറച്ചും കൊടുക്കും ഗൈസ്. അങ്ങനെ ആ പൂച്ച 4 കുട്ടികളെ പ്രസവിച്ചു ഗൈസ്. പിന്നെ ആ തള്ളപ്പൂച്ചേനെ കൂടി കൂട്ടി 5 പൂച്ചയായി ഗൈസ് ഇപ്പം എനിക്ക്. ഈ വീടിൻ്റെ ചുറ്റും കുറേ നായ്ക്കളുണ്ട്. അങ്ങനെ എൻ്റെ പൂച്ച കളിക്കണ സമയത്ത് ആ നായ്ക്കൾ അതിനെ ആക്രമിക്കാൻ വന്നു. അപ്പം എൻ്റെ തള്ളപ്പൂച്ച ആ നായ്ക്കളെ ഓടിപ്പിക്കാൻ നോക്കിയിരുന്നു. പക്ഷെ ആ നായി കടിച്ചു. അങ്ങനെ ആ പൂച്ച ചത്തു. അങ്ങനെ ഞാൻ കുറേ വിഷമിച്ചു, കുറേ കരഞ്ഞു. ഞാൻ എന്നിട്ട് സ്കൂളിൽ പോയിട്ട് വന്നിട്ട് ഞാൻ കുറേ കരഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഓരോ നായ്ക്കളും ഓരോ പൂച്ചകളെ അടുത്ത് കൊണ്ടുപോയി കൊന്നു ഗൈസ്. അങ്ങനെ അതും എനിക്ക് കുറേ സങ്കടമായി. അപ്പോഴാണ് എൻ്റെ ഉപ്പ എനിക്ക് 2 പൂച്ചകളെ മേടിച്ച് തന്നത്. അങ്ങനെ ഈ പൂച്ചേനെ നായ്ക്കൾ കടിക്കണ്ടെന്ന് വെച്ചിട്ട് എൻ്റെ ഉപ്പ എനിക്ക് പൂച്ചേനെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂട് മേടിച്ചു തന്നു. പിന്നെ എൻ്റെ പൂച്ചേനെ ഞാൻ പുറത്ത് വിടുമ്പോൾ അതിൻ്റെ പിന്നാലെ എപ്പോഴും പോകും. അപ്പം അതിനെ നായ്ക്കൾ കടിക്കില്ലല്ലോ, അത് കാരണം. അങ്ങനെ കഥ കഴിഞ്ഞു ഗൈസ്. പിന്നെ ഞാൻ ഇനി ഈ പൂച്ചകളെ എങ്ങനെ കെയർ ചെയ്യാനാണെന്ന് ഞാൻ പറയുന്നത്. കണ്ടോ, എൻ്റെ പൂച്ചകൾക്കും വന്നിരിക്കുന്നു ഫംഗസ്. കണ്ടോ, കൂടുതലും ചെവിയിലാണ് വരിക. ഈ ഫംഗസ് വരുന്ന സമയത്ത് ഈറ്റകളെ മണ്ണുക്ക് കൂടുതൽ വിടാൻ പാടില്ല. മണ്ണുക്ക് വിടുമ്പോൾ ഈറ്റകൾക്ക് കൂടുതൽ ഫംഗസ് കൂടുന്നതാണ്. ഈ ആയുർഗന്ധ എന്ന് പറഞ്ഞ എണ്ണ ഫംഗസ് വരുന്ന എല്ലാ സ്ഥലത്തു കൂടിയും തേക്കണം ഗൈസ്. അപ്പം ഞാൻ തേക്കാൻ പോവുകയാണ് ഗൈസ്. ഇങ്ങനെ സ്പ്രേ ചെയ്താൽ കൊടുത്താൽ മാത്രം മതി ഗൈസ്. എൻ്റെ സ്പ്രേയുടെ സാധനം വർക്കില്ല. അപ്പം ഞാൻ അത് തുറന്നിട്ടാണ് തേക്കാൻ പോകണം ഗൈസ്. ഇങ്ങനെയും മതി കേട്ടോ. ഇത് മാത്രം എടുത്തിട്ട് ഇതിൻ്റെ ചെവിയുമ്മ കൂടെ ഇങ്ങനെ ഒന്ന് അമർത്തി ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അപ്പം ഇതിൻ്റെ ചെവിയുമ്മ കൂടെ ഇങ്ങനെ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇപ്പുറത്തെ ചെവിയുമ്മ ഗൈസ്. അപ്പം ഞാൻ ഈ ഫുള്ളൊന്ന് തേച്ച് കൊടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. അപ്പം ഞാൻ ഈ 2 പൂച്ചകൾക്കും ഫംഗസ് വരാണ്ടിരിക്കാൻ മരുന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൂച്ചക്ക് ഭക്ഷണം കൊടുക്കാം. ഇതെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മ എനിക്ക് പൂച്ചക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മഞ്ഞളിട്ട മീനാണ്. മീൻ കഴുകിയിട്ട് അതിൽ കുറച്ച് മഞ്ഞൾ തേച്ചിട്ട് വേവിച്ചെടുത്തിട്ട് കൊടുത്താൽ മതി കേട്ടോ ഗൈസ്, ഇങ്ങനത്തെ പൂച്ചകൾക്ക്. അപ്പം നമ്മൾ പൂച്ചക്ക് എണ്ണൊക്കെ തേച്ച് കൊടുത്തു, ഭക്ഷണമൊക്കെ കൊടുത്തു. ഇനി നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് പൂച്ചേനെ കുളിപ്പിക്കാം. ഹലോ ഗായ്സ്, അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പൂച്ചയുടെ ഫംഗസ് ഒക്കെ കുറവുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ 2 പൂച്ചേനെ കുളിപ്പിക്കാം കേട്ടോ ഗായ്സ്. അപ്പം ഗായ്സ്, ഇതാണ് നമ്മുടെ ഷാമ്പൂ ഷവർ ബീറ്റ്സ്. ഇതൊക്കെ തേച്ച അഴുക്ക് ഫുള്ളും പോകും കേട്ടോ ഗായ്സ്. ഇതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എൻ്റെ പൂച്ചകളെ കുളിപ്പിക്കാറ്. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ലിയാനാനെ കുളിപ്പിക്കാം. അപ്പോൾ ഗായ്സ്, നമുക്ക് പൂച്ചനെ കുളിപ്പിക്കാം. ഈ പൂച്ചകൾക്ക് പ്രധാന കാര്യമാണ് വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ പേടിയാണ്. നമ്മൾ കുളിപ്പിച്ചാലേ പറ്റിയോ, നാറ്റം പോണ്ടേൻ്റെ. അപ്പോൾ ഗൈസ്, നമുക്ക് കുളിപ്പിക്കാം.
വെച്ച് നല്ല സുന്ദര കുട്ടന്മാരായിട്ടുണ്ട്. ഇനി നമുക്ക് പൂച്ചകൾക്ക് വിസ്കാസിന്റെ ഫുഡ് കൊടുക്കാം. ഇതാണ് നമ്മുടെ ബിസ്ക്കറ്റ് കേട്ടോ ഗൈസ്, വിസ്കാസ്. പിന്നെ 2 പൂച്ചകളെ 2 സ്പൂൺ ഇട്ട് കൊടുക്കുക. അപ്പൊ നമ്മുടെ പൂച്ചകൾ ഭക്ഷണം തിന്നുന്നുണ്ട്. ഇനി നമുക്ക് പൂച്ചകളെ കൂട്ടിലാക്കാം. അപ്പൊ ഇത്രയുള്ള എൻ്റെ പൂച്ചകളെ വീഡിയോ. ഇനി ഞങ്ങള് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. ബൈ ബൈ. അപ്പൊ ഇത്രയുള്ള നമ്മുടെ പൂച്ചയുടെ വിശേഷങ്ങള്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. ഇനി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ്. ബൈ ബൈ.